നീ എന്താ ആലോചിക്കുന്നത്? നിന്റെ മാതിരി തന്നെ എനിക്കും പറക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ എന്താ പറഞ്ഞ്? നീ പറക്കണമെന്ന് ആഗ്രഹിക്കുന്നു? അതെ, ഞാൻ നടന്ന് നടന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു. ഒരു മടിയനെക്കാട്ടും ഞാൻ പതുക്കെ നടക്കുന്നു. അതൊക്കെ ശരിയാ, പക്ഷെ ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ ഉത്തരം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് ശരിക്കല്ല ഉത്തരം. ഞാൻ പറക്കാൻ ആശിക്കുന്നതും അത് തന്നെയാ. നിനക്ക് തറയിൽ നടക്കാൻ ആഗ്രഹമില്ല, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. അതുമാത്രമല്ല, നീ പറക്കാൻ ആഗ്രഹിക്കുന്നതിന് ശരിയായിട്ടുള്ള കാരണം നീ ഇതുവരെ പറഞ്ഞില്ല. ഇല്ല, എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നെ കാരണം. ഇല്ല, നീ ഇനി ഒരു പ്രാവശ്യം നടന്നു നോക്ക്. എനിക്ക് ഈ ഭൂമിയിൽ നടക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് എനിക്ക് പറക്കാൻ ആഗ്രഹമുള്ളത്. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് പോവാൻ ഒരുപാട് സമയമെടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ഷീണം തോന്നുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് പറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്? ഇതുകൊണ്ടാണ് ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നു, നീ എന്തിനാ പറക്കാൻ ആഗ്രഹിക്കുന്നത്? ആ കാരണം എൻ്റെ അടുത്ത് പറയൂ. ഞാൻ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ സ്വാതന്ത്ര്യം എനിക്ക് പറന്ന് ജീവിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. ആകാശത്തെ നക്ഷത്രങ്ങൾ കാണാൻ എനിക്കൊരാഗ്രഹം. ഞാനും നിന്നെ പോലെ ആകാശത്തിൽ പറന്ന് പറന്ന് വരണം എന്നൊരാഗ്രഹം. ഈ ആശ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഓ, പ്ലീസ്, എനിക്ക് ഒരേ ഒരു നിമിഷമെങ്കിലും പറക്കണം. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എനിക്ക് പറക്കാൻ പഠിപ്പിച്ചു തരുമോ? എന്നെപ്പോലെ നിനക്ക് ചിറകുകളില്ല, അതുകൊണ്ട് നിനക്ക് പറക്കാനാവില്ല. ഞാൻ നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാം. എന്തു പറയുന്നു? പഠിപ്പിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് എത്ര പണം തരും? ഞാൻ നിനക്ക് 100 സ്വർണക്കാശ് തരാം. എങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റിത്തരാം. താങ്ക് യു. ഇപ്പോ ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ പേടിക്കാതെ ഇരിക്കണം കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. നല്ല സന്തോഷം തോന്നുന്നു. ഇതുപോലെ പറക്കണം എന്നാണ് ഞാനും ആഗ്രഹിച്ചത്. ഇതുപോലെ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല. നിന്റെ സന്തോഷം കണ്ടിട്ട് എനിക്കും വളരെ സന്തോഷം തോന്നുന്നു. ഓ, നന്ദി സുഹൃത്തേ, നന്ദി. നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ശരി, ഇപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാനുള്ള സമയം എത്തി. വേണ്ട വേണ്ട, ഇവിടെ ഇറക്കി വിടരുത്. ആമ ഉള്ള സ്ഥലം നോക്കി എന്നെ ഇറക്കി വിടണം. എനിക്ക് അവരെ കാണണം എന്ന് തോന്നുന്നു. അത് ശരി, നീ എന്തിനാ അവരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? വെറുതെ സമയപ്പോക്കിനല്ലേ നീ പറക്കണമെന്ന് ആഗ്രഹിച്ചത്? അതെ, പക്ഷെ അവർക്ക് എന്നോട് ഒരുപാട് അസൂയ തോന്നും. അതുകൊണ്ടാണ് എന്നെ അവിടെ തന്നെ ഇറക്കി വിടണം എന്ന് ഞാൻ പറയണത്. അവർക്ക് നിന്നോട് അസൂയയോ? അവർ നിന്റെ സുഹൃത്തുക്കളാ കേട്ടോ. ശരിക്കുള്ള സുഹൃത്തുക്കൾക്ക് അസൂയ തോന്നില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഞാൻ വ്യത്യസ്ത ആളാണല്ലോ. നീ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കല്ലേ. അല്ല, ഞാൻ പറയുന്നത് സത്യമാ. അവർക്ക് എന്നോട് അസൂയ തോന്നും. എന്റെ മാതിരി അവർക്ക് എങ്ങനെ പറക്കാൻ പറ്റില്ലല്ലോ. നീ ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ. എനിക്ക് നിന്നെയും നിന്റെ സംസാരം ഒന്നും ഇഷ്ടമാവുന്നില്ല. ശരി, എന്നാ ഇനി നീ തന്നെ അങ്ങ് പറക്ക്. അയ്യോ, എന്നെ വിടരുത്. ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞില്ലേ. നീ തരുന്ന പൈസ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിന്നെ കൊണ്ട് ആവുമെങ്കിൽ നിനക്ക് പറക്കാൻ സാധിക്കുന്ന നീ തന്നെ അവർക്ക് കാണിക്ക്.
ശരി, എന്നാ ഞാൻ പോട്ടെ. നിനക്ക് എന്റെ ആശംസകൾ. നിനക്ക് അഹങ്കാരം കൂടുതലാ, ഇനി ഇത് ആവർത്തിക്കരുത്. നിനക്ക് വല്ലാതെ മുറിവുണ്ടെന്ന് തോന്നുന്നു. അതെ, എനിക്ക് മുറിവ് പറ്റി. നല്ല കാലം എന്റെ മുതുകിലുള്ള ഓട് എന്റെ ജീവൻ രക്ഷിച്ചു. അതെ. നിന്റെ കാര്യം ആലോചിച്ച് എനിക്ക് ദുഃഖമുണ്ട്. ഈ ഭൂമിയിൽ നിനക്ക് പതുക്കെ നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിനക്ക് ആകാശത്തിൽ എങ്ങനെ പറക്കാൻ പറ്റി? ഞാൻ എന്തെന്ന് പറയാൻ. പക്ഷെ ഞാൻ ഇന്നൊരു നല്ല പാഠം പഠിച്ചു. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് സന്തോഷമായി ജീവിക്കണം എന്നതാണ് നല്ല ബുദ്ധി. അത് ഞാൻ ഇന്ന് പഠിച്ചു. നമ്മൾ ഉള്ള സ്ഥലത്തെ സന്തോഷമായി സ്വീകരിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കുട്ടികളെ. കൊടുങ്കാട്ടിൽ 3 കൂട്ടുകാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു മാൻ, ഒരാമ, പിന്നെ ഒരു മരംകൊത്തിയും. അവരെല്ലായ്പ്പോഴും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. മിക്കവാറും എല്ലായ്പ്പോഴും എന്തെങ്കിലും സൊറയും പറഞ്ഞ് തടാകത്തിനരികിൽ കളിച്ചു നടക്കലാണ് പണി. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. തടാകത്തിനരികിലെ കുറ്റിക്കാട്ടിൽ അയാൾ ഒരു വല വിരിച്ചു. മാൻകുട്ടി തടാകത്തിൽ നിന്നും വരികയായിരുന്നു. പാവം അത് ആ വലയിൽ ചെന്ന് കുടുങ്ങി. മാൻ ഉറക്കെ കരയാൻ തുടങ്ങി. കൂട്ടുകാരെ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. അയ്യോ, ഞാൻ വലയിൽ പെട്ട്, ആരെങ്കിലും ഓടി വന്നെന്നെ രക്ഷിക്കണേ. മാൻകുട്ടി സഹായത്തിന് അപേക്ഷിക്കുന്ന ശബ്ദം ആമയും മരംകൊത്തിയും കേട്ടു. ഉടനെ അവരങ്ങോട്ട് ഓടി. കൂട്ടുകാരൻ വലയിൽ കുടുങ്ങിയത് കണ്ട് അവർ ദുഃഖിച്ചു. അവരൊരു പദ്ധതി തയ്യാറാക്കി. ആമ അവിടെ അടുത്തു തന്നെയുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചുണ്ടലിയെ വിളിച്ചുകൊണ്ടുവന്നു. ആമയും ചുണ്ടലിയും കൂടി വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. അതേസമയം മരംകൊത്തി വേട്ടക്കാരന്റെ കൂടാരത്തിനടുത്തേക്ക് പറന്നു ചെന്നു. വേട്ടക്കാരൻ കുടിലിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. മാൻ കരയുന്ന ശബ്ദം അയാൾ കേട്ടതിനാൽ വേഗം ചെന്ന് അതിനെ പിടിക്കാൻ ഒരുങ്ങിയായിരുന്നു അയാൾ. മരംകൊത്തി താഴ്ന്നു പറന്ന് അയാളുടെ തലയിൽ കൊത്താൻ തുടങ്ങി. നല്ല 2 കൊത്തുകൊടുത്തു. വേട്ടക്കാരൻ വേദന കൊണ്ട് നിലവിളിച്ചു. വേദന സഹിക്കാതെ അയാൾ തന്റെ കൂടാരത്തിനകത്തേക്ക് തിരിച്ചുപോയി. മരംകൊത്തി വിചാരിച്ച കാര്യം നടന്നു. അത് പിന്നീട് മാനിന്റെ അടുത്ത് പറന്നു ചെന്നു. അപ്പോഴേക്കും ചുണ്ടലിയും ആമയും കൂടി വലയെല്ലാം കടിച്ചു മുറിച്ചിരുന്നു. അങ്ങനെ മാൻകുട്ടി സ്വതന്ത്രനായി. അതിനുശേഷം 3 കൂട്ടുകാരും വീണ്ടും ഒരുമിച്ച് ചേർന്നു. ഒരുപാട് കാലം ആ കാട്ടിൽ സന്തോഷമായി ജീവിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമുക്ക് ചുറ്റും ധാരാളം കൂട്ടുകാരുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ കഥയുടെ സാരം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ്. മൂഢനായ ആമ. ഒരു ഗ്രാമത്തിനടുത്തുള്ള തടാകത്തിൽ ഒരാമയും 2 താറാവുകളും വസിച്ചിരുന്നു. അവർ 3 പേരും ഉറ്റ ചങ്ങാതികളായിരുന്നു. അവർ ദിവസവും കണ്ടുമുട്ടും, സംസാരിച്ചിരിക്കും, കളിച്ച് രസിക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. വേനൽക്കാലമായപ്പോൾ ഒരാൾക്ക് തോന്നി തടാകത്തിലെ വെള്ളം കുറഞ്ഞു വരികയാണെന്ന്.
കുറെ നാളുകൾക്ക് ശേഷം വെള്ളം മുഴുവനും വറ്റി തടാകം വരണ്ടുപോകുമോ എന്നവർ പേടിച്ചു. ഇങ്ങനെ പോയാൽ തങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് അവർ 3 പേരും വല്ലാതെ ദുഃഖിച്ചു. പെട്ടെന്നൊരു താറാവിന് ഒരാശയം തോന്നി. ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ തടാകം വിട്ട് അടുത്തുള്ള ഗ്രാമത്തിലെ തടാകത്തിലേക്ക് നമുക്ക് പോകാം. നീ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പോവുക? ഇത് നമ്മുടെ വീടല്ലേ. നടക്കാനുള്ളത് നോക്കണം. നമ്മൾ ഇവിടെ ജനിച്ചത് കൊണ്ട് ഇവിടെ തന്നെ കിടന്ന് മരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഈ സംഭാഷണം ആമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനും അവരോടൊപ്പം പോയാലോ എന്ന് ആലോചിച്ചു. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചോ? എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകില്ലേ? കൂട്ടുകാരാ, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾ പക്ഷികളായതുകൊണ്ട് പറക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ എങ്ങനെ പറക്കും? എനിക്ക് പറക്കാനാവില്ലെന്നത് ശരിയാണ്. പക്ഷെ സത്യത്തിൽ എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. എങ്ങനെ? ഞങ്ങളുടെ മുതുകിൽ ചുമന്നുണ്ടോ? അല്ല, ഞാനൊരു നീളമുള്ള വടി കൊണ്ടുവരാം. നിങ്ങൾ രണ്ടുപേരും കൊക്കുകൊണ്ട് അതിന് രണ്ടറ്റത്തും കടിച്ചു പിടിക്കുക. ഞാൻ എൻ്റെ വാ കൊണ്ട് അതിന് നടുവി കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കാം. അപ്പൊ നിങ്ങൾ പറക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം വരാമല്ലോ. നല്ല ആശയമാണ്. പക്ഷെ ഇതിൽ മറ്റൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാണ് ഉള്ളത്? നിങ്ങൾ വാചാലനായതുകൊണ്ട് അറിയാതെ സംസാരിക്കാനായി വായ തുറന്നാൽ ഉടനെ നിങ്ങൾ കമിഴ്ന്നടിച്ച് താഴെ വീണ് മരിക്കും. അതുകൊണ്ടാ പറഞ്ഞത്. ഇല്ലേ ഇല്ല, ഞാൻ തന്നെ എനിക്ക് ആപത്ത് വിളിച്ചു വരുത്തുമോ? ഞാനത്ര മൂഢനൊന്നുമല്ല. ഇനി ഒന്നും പറയണ്ട, നമുക്ക് പുറപ്പെടാം. ആമ പറഞ്ഞതുപോലെ 2 താറാവുകളും വടിയുടെ രണ്ടറ്റത്തും പിടിച്ചുകൊണ്ടും ആമ നടുവിൽ കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ടും അവരുടെ യാത്ര ആരംഭിച്ചു. അത്ഭുതകരമായ ഈ ദൃശ്യം കണ്ട് നാട്ടുകാരെല്ലാവരും കൈകൊട്ടിച്ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇത് കണ്ട ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. അത് വായ തുറന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടോ നാട്ടുകാർക്കൊക്കെ എത്ര സന്തോഷമാണെന്ന്? എല്ലാരും സർക്കസ് കാണുന്ന പോലെയാ കാണുന്നത്. ഇതിനൊക്കെ കാരണം ഞാനാ. പക്ഷേ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അത് ആകാശത്തിൽ നിന്നും കറങ്ങിത്തിരിഞ്ഞ് താഴെ വീണ് പാറപ്പുറത്തിടിച്ച് ചത്തു. ഗുണപാഠം: അവരവരുടെ പ്രവൃത്തികൾക്കുള്ള ഫലം അവരവരനുഭവിക്കും. ആമ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയുടെയും ഫലം എന്തായിരിക്കുമെന്ന് നാം മുൻകൂട്ടി ചിന്തിക്കണം. ഈ മൂഢനായ ആമയെ പോലെ പ്രവർത്തിക്കരുത്.